പ്രൈസ് ദി ലോർഡ്. ഈ ആരാധന കഴിഞ്ഞ സമയത്ത് പരിശുദ്ധാത്മാവ് ഞാൻ ചർച്ചിൽ നിൽക്കുമ്പോൾ എന്നെ ഓർപ്പിച്ചൊരു കാര്യം ഞാൻ പറയട്ടെ. ഈ ദിവസങ്ങളിൽ അഭിഷേകത്തിൻ്റെ ആഴം, നീ പ്രാപിച്ചെടുത്ത അഭിഷേകത്തിൻ്റെ ശക്തി, അതിൻ്റെ ഡെപ്ത് എന്താണെന്ന് പട്ടണത്തിൽ നിന്നിലൂടെ ദൈവം തെളിയിക്കാൻ പോവാം. മാളികമുറിയിൽ 120 പരം ജനം കൂടിയിരുന്നു. ആ 120 പരം ജനം കൂടിയിരുന്നപ്പോൾ അവർ പ്രാപിച്ചെടുത്ത അഭിഷേകത്തിൻ്റെയും ശക്തിയെയും, അവർ ധരിച്ച അഭിഷേകത്തിൻ്റെയും ശക്തിയുടെയും ആഴം എത്രയാണെന്ന് മനസ്സിലാകുന്നത് തൊട്ടടുത്ത അധ്യായങ്ങളിലാണ്. തൊട്ടടുത്ത അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നൊരു കാര്യമുണ്ട്. യോഹന്നാനും പത്രോസും രണ്ടുപേരും കൂടെ തെരുവിൽ കൂടെ നടന്നു പോകുമ്പോൾ അവർ പ്രാർത്ഥിക്കാൻ പോകും. 9 മണി നേരം അവർ പ്രാർത്ഥിച്ചു വരിക. ആ സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം, ഒരു മുടന്തൻ അവരെ മുൻപിൽ വന്നു നിൽക്കുന്നു. ആ മുടന്തൻ അവരെ മുൻപിൽ വന്ന് നിന്നപ്പോൾ അവർക്ക് മനസ്സിലായ കാര്യമുണ്ട്, ഒന്നും കൊടുക്കാനില്ല. മുടന്തൻ ചോദിച്ചത് വെള്ളിയും പൊന്നും, പക്ഷെ ഇവരുടെ കയ്യിലുള്ളത് യേശുവിൻ്റെ നാമം. ആ യേശുവിൻ്റെ നാമത്തിൽ ഇവരവൻ്റെ കൈക്കൽ പിടിച്ച് എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞപ്പോൾ ആ മുടന്തൻ്റെ നരിയാണി ഉറയ്ക്കുന്നു. അമ്മയുടെ ഗർഭപാത്രം മുതൽ മുടന്തനായവൻ സൗഖ്യമാകുന്നു ഒരൊറ്റ വാക്കിനകത്ത്. ഈ പകൽ ഞാൻ പറയാം, നിങ്ങൾ പ്രാർത്ഥനാ മുറി പ്രാപിച്ചെടുത്ത അഭിഷേകത്തിൻ്റെ ശക്തി നിന്റെ നോട്ടത്തിനകത്തും നിന്റെ ശബ്ദത്തിനകത്തും നിന്റെ സ്പർശനത്തിനകത്തും ദൈവം അതിൻ്റെ ആഴത്തെ നിന്റെ പട്ടണത്തിൽ വെളിപ്പെടുത്താൻ പോകുന്നു. ഗോഡ് ബ്ലസ് യു.